ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഇടിയപ്പം പച്ചവെള്ളത്തിൽ മാവ് കലക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഇടിയപ്പം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരികളില്ലാതെ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. തിളച്ച വെള്ളമൊന്നുമല്ല, സാദാ വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണും 1 നുള്ളും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിനി കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. കട്ടകൾ ഒട്ടും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ടകൾ പോലെ ഉണ്ടാവും. അത് പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി, നന്നായിട്ട് വന്നോളും. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇതേപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നനവോടുകൂടി ഒന്ന് ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പാച്ചിലോ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി തണുക്കാനായിട്ട് വെക്കണം. ഒരുപാട് വെള്ളം അങ്ങ് ഡ്രൈ ആക്കാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. അതുപോലെ സേവനാഴിയിലും കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മാവ് കുറച്ചൊന്ന് ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ടാവും, അത് പ്രശ്നമല്ല. അപ്പോൾ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൈ തൊടാതെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട. അതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിനി സേവനാഴിയിലേക്ക് ഇട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ തിളച്ച വെള്ളമൊക്കെ ചേർത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിന് ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇടിയപ്പം ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വരില്ല. കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒട്ടും തന്നെ നമുക്ക് ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് സേവനാഴിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഈ മാവ് കുറച്ചൊന്ന് വെന്തിട്ടുള്ളതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇടിയപ്പം റെഡിയായി കിട്ടും.
ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇടിയപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള ഇടിയപ്പമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്